നമുക്ക് ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഉപ്പാനെ എന്തോ ഒരു ദേഷ്യക്കാരാണ് ഉപ്പ. ഭയങ്കര ചൂടനാ, എപ്പോഴും ദേഷ്യം പിടിക്കും. ഉപ്പ കൊലാലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൂടി ഇറങ്ങിയാണ് പോകും. അങ്ങനെയാണ് ഒട്ടുമിക്ക ആൾക്കാരും, ബോയ്സ് ആണെങ്കിൽ ഇപ്പം. അതെന്തുകൊണ്ടാ? ഉപ്പാന്റെ ഉള്ളിലാണ് സ്നേഹം, ഉമ്മാന്റെ പുറത്ത് ഇങ്ങനെ കാണിക്കും. ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും പറയാം. ഉപ്പയോട് ഒരു 100 രൂപ ചോദിക്കണമെങ്കിൽ ഉമ്മയോട് ചോദിക്കണം ഫസ്റ്റ്, അല്ലേ? എന്നിട്ട് ഉമ്മ ഉപ്പനോട് പറഞ്ഞ് അത് ഉപ്പ ഉമ്മ കൊടുത്ത് ഉമ്മ നമുക്ക് തന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അധിക പേരുണ്ടാകുക. ഈ +1 +2 കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടുകാരന്റെ കൂടെ ഒരു കല്യാണ കാറ്ററിംഗ് സർവീസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ നിൽക്കാനോ പോയി ഒരു 10 രൂപ സമ്പാദിച്ച് ഡെയിലി 500 രൂപ കിട്ടുന്ന കൂലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പെട്ട അധ്വാനത്തിന്റെ ഫലവുമായി 500 രൂപയുമായി വീട്ടിലേക്ക് സാധനവുമായി വന്നിട്ട് ഇത് ഞാൻ വാങ്ങിയതാണ് എന്ന് ശബ്ദമുയർത്തി സംസാരിക്കുന്ന ഉപ്പമാരോട് സംസാരിക്കുന്ന ഒരു യുവതലമുറ ഇപ്പോൾ കാണപ്പെടുന്നു. നമ്മളൊന്ന് ചിന്തിക്കണം. എന്തേ ഈ 500 രൂപയല്ല, 5000 അല്ല, 50,000, 5 ലക്ഷമല്ല, നമ്മൾ തിന്നതും കുടിച്ചതും നമ്മൾ സഹിക്കുന്നതും നമ്മൾ ധരിക്കുന്നത് പോലും നമ്മുടെ ഉപ്പ വിയർപ്പ് നീരാക്കി ഉണ്ടാക്കിയ കാശാണ്. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആ ഉപ്പാന്റെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നല്ല വിഷമം ഉണ്ടാകും. ആ ഉപ്പ തേങ്ങി കരയുന്നുണ്ടാകും. പക്ഷെ പുറത്ത് കാണിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ മോനെ നന്നാവണം, ഈ ലോകത്ത് അവനൊരാളാവണം എന്നൊരു മനസ്സ് എൻ്റെ ഉപ്പാക്ക്, ഏതൊരു ഉപ്പാക്കും ഉണ്ടാകും. ഉപ്പയുള്ള കാലത്തോളം നമ്മൾ ഇവിടുത്തെ രാജകുമാരന്മാരാ മക്കളെ. അതെല്ലാവരും ഓർമ്മിക്കുക ഇൻഷാ അല്ലാഹ്.